ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമ്മളൊരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വെച്ച്. ഓൾറെഡി ഞാൻ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ട് പാതി വേവാക്കിയിട്ടുണ്ട് കേട്ടോ. 2 വിസിലേ അടിച്ചിട്ടുള്ളൂ. ഉപ്പും കുരുമുളകും മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല അതിൽ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എളുപ്പത്തിന് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും കൂടി ഞാൻ ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് 2 വിസിലും കൂടെ അടിച്ചെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എൻ്റെ വെളിച്ചെണ്ണ തീർന്നു പോയതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ആണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമായിരിക്കും ഇത്തിരി ടേസ്റ്റ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു തക്കോലം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കണം ഇടാവേ. പച്ചമുളകും മാത്രമാണ് എരിവിന് ചേർക്കണുള്ളൂ. ഞാൻ പിന്നെ പിള്ളേരുള്ള കാരണം അവർക്ക് ഒത്തിരി എരിവ് പറ്റൂല, പിള്ളേർ കഴിക്കത്തില്ലാത്ത കാരണമാണ് ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ബാക്കി കുരുമുളകും ചേർത്ത് ഇത്തിരി എരിവ് കുറച്ചുണ്ടാണ്. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവോളയാണ്. അതും കൂടെ ഇട്ട് വയ്ക്കാം. കറിവേപ്പില, അല്ല ഫ്രഷ് കറിവേപ്പില. ഒരു 10 മണി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ പരിപാടി നമ്മൾ നടത്തും. പിള്ളേരെയൊക്കെ ഉറക്കി, അല്ലെങ്കിൽ ഇങ്ങനെ വാലേ വന്ന് തൂങ്ങി നിൽക്കും. അപ്പം 10 മണി കഴിഞ്ഞപ്പം അന്ന് ഉണ്ടാക്കിയേക്കാന്ന് ഓർത്തുള്ള പരിപാടിയാണ്. കൊള്ളാമല്ലോ. നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ തെരേസസ് ലണ്ടനിൽ നിന്ന് ഓർഡർ ചെയ്ത ഉടുപ്പാട്ടോ. ഒരു റെഡ് ഉടുപ്പ് നേരത്തെ ഇട്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പകരത്തിനൊരു ഗ്രീന് തെരേസസ് ലണ്ടനിൽ ഓർഡർ ചെയ്താൽ. എന്നാൽ പിന്നെ ഓർത്തന്ന് അതിട്ടൊന്ന് കുക്ക് ചെയ്യാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. തെരേസസ് ലണ്ടനിലാണെങ്കിൽ ഇപ്പോൾ ലക്കി ഡ്രോ നടക്കുന്നുണ്ട്. ഡിസംബർ 12 മുതൽ ജനുവരി 4 വരെ സാധനങ്ങൾ വാങ്ങുന്നവർക്കാണ് കേട്ടോ. ജനുവരി 5-ാം തീയതി നറുക്കെടുപ്പിലൂടെ അവർ ഒരു 5 പേരെ സെലക്ട് ചെയ്യും. അതിൽ ഷിപ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഡ്രസ്സ് അവിടെ നിന്ന് സൈറ്റിൽ നിന്ന് വാങ്ങി നമ്മുടെ ബില്ല് എത്രയാണോ അത് നമുക്ക് റീഫണ്ട് കിട്ടും. 5 പേർക്കാണ് കേട്ടോ ഓഫർ. UK സവാള വഴണ്ടു, ഇത് വെന്തു. അപ്പം ഇതാണ്ടേ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ സാധനം ഇതിട്ട് ചേർക്കുകയാണ്. ബാക്കി കുരുമുളക് പൊടി നമുക്ക് അവസാനം ചേർക്കാം. ചിലവർ മല്ലിപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറുമയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. സ്റ്റൂ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ സാധാരണ മല്ലിപ്പൊടി ചേർക്കാറില്ല, അന്നേരം അതിൻ്റെ കളർ മാറുമല്ലോ. അതിൻ്റെ നമ്മുടെ ബീഫും ഇതൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിട്ടിട്ട് കൊടുക്കാം. പാല് പിഴിഞ്ഞാണെങ്കിൽ 2-ാം പാല് ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേവിക്കണതിൻ്റെ ബാക്കി വേവുന്ന ഭാഗത്ത് വെക്കും. നമ്മൾ ഇവിടെ ക്യാനാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വറ്റിയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ 1-ാം പാലിന് പകരം ബാക്കി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി കാഷ്യൂ അരച്ചത് ചേർക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് തീർന്ന് വേണ്ട 1-ാം പാലിന് വരുന്നതാണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു. തിളപ്പിക്കാൻ വിടുന്നില്ല, തന്നെ ഓഫ് ചെയ്യുക. വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ.